ഹലോ നമസ്കാരം കേട്ടോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ കാനഡയിലേക്ക് ആൾക്കാർ ഇനി വരണോ വേണ്ടേ, വന്നൊരവസ്ഥ എന്താ, കുറേ വർഷങ്ങളായിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് ഹാപ്പിയാണോ അല്ലയോ എന്നുള്ള ഒരു സർവേ ആയിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വളരെ വ്യക്തമായ ബോധ്യത്തോടെയാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് ആ തീരുമാനത്തിൽ ഇതുവരെ യാതൊരു റിഗ്രറ്റും ഇല്ല. ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. പിന്നെ എവിടെ പോയാലും നമുക്ക് ചലഞ്ചസ് ഉണ്ടാവും. ഈ ചലഞ്ചസിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ച് ഈ മഞ്ഞ് തന്നെ ഒടുങ്ങുക എന്നുള്ള കൃത്യമായ ബോധ്യത്തോടെയും ധാരണയോടെയും തന്നെയാണ് നമ്മളിവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നത്. ഒരു പരാതിയില്ല. പിന്നെ പരാതികൾ പറയാനാണെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ പറയാനാണെങ്കിൽ പലതും ഉണ്ടാകും. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മളതിനെ സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനെക്കുറിച്ച് വറി ചെയ്ത് നമ്മുടെ ഉള്ളിൽ ആവശ്യമില്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ടോട്ടലി ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ഫാമിലി ഹാപ്പിയാണ്. ഞാനൊരു ടൂൾ ആൻഡ് ഡൈ മേക്കറാണ്, ഒരു ഓട്ടോമോട്ടീവ് സെക്ടറാണ്. ഞാൻ 25 വർഷമായിട്ട് ആ പ്രൊഫഷനിലുണ്ട്. ഞാൻ നാട്ടിൽ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ അതിലോട്ട് എത്താൻ ഒരു 2-3 വർഷമൊക്കെ എടുത്തു. ഇവിടുത്തെ ചില പ്രോസസ്സുണ്ട്, എക്സാമുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു ഹഡിൽസാണ്. പക്ഷേ തുടക്കം നമുക്ക് വന്ന പാടെ ഇതൊന്നും കിട്ടുന്നിരിക്കത്തില്ല. പക്ഷേ നമുക്കൊരു ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് ചെയ്തൊരു 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ലൈസൻസ്ഡ് ടൂൾ മേക്കറായി. സോ ഇപ്പോൾ അതേ പ്രൊഫഷനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു കാര്യത്തിലും ഞാൻ ഓക്കെയാണ്. ഇപ്പം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആദ്യമായിട്ട് കാനഡയെക്കുറിച്ചും അല്ലെങ്കിൽ ഇവിടുത്തെ ജോലി സാധ്യതകളെക്കുറിച്ചും ഇവിടുത്തെ ലൈഫിനെക്കുറിച്ചും ഇവിടുത്തെ വെതറിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ വലിയ ഒരു എക്സ്പ്ലോർ ഉള്ള ഒരു കാലഘട്ടമാണ്. നിങ്ങൾക്ക് എന്തും കിട്ടും. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ഏത് തരത്തിലുള്ള ലൈഫാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കുക. നമ്മൾ ഇത്രയും സ്ട്രഗിളൊക്കെ ചെയ്ത് നമ്മളൊരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞാലും പിന്നെ തിരിച്ച് നാട്ടിൽ പോകണോ അതോ ഇതാണോ എൻ്റെ ലൈഫ് എന്നുള്ളതിന് ആദ്യമേ തന്നെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു റിഗ്രറ്റ്സും വരത്തില്ല. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ വന്നു എത്തി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് ശരിയായില്ല, ഇവിടെ അല്ലായിരുന്നു, ഇങ്ങനെ അല്ല, ഞാൻ ഉദ്ദേശിച്ച് ഇങ്ങനെ അല്ല എന്ന് പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അത് എപ്പോഴത്തേനും പിള്ളേരൊക്കെ ആയി കഴിഞ്ഞിട്ട് പിള്ളേർ ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ രീതിയായിട്ട് അങ്ങ് വരും. പിന്നെ നമുക്ക് അവിടെ ഇല്ല ഇവിടെ ഇല്ലാതെ ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ കംപ്ലീറ്റ് ഔട്ടായി പോകും. അപ്പം ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാനാണ് താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്, ആ പ്രൊഫഷനുള്ള ജോലി സാധ്യതകൾ എന്താണ്, അതിലെത്ര ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു വീട് മേടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതാണല്ലോ നമ്മുടെ ഒരു ബേസ് എന്ന് പറയുന്ന സാധനം. ഒരു അഡ്രസ്സിൽ നിന്ന് നമ്മൾ വേറൊരു അഡ്രസ്സിൽ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. കാരണം നമ്മുടെ ഒരു വീട്ടുപേര് ഇവിടെ ഒരു വീട് മേടിച്ച് അവിടെ നമ്മൾ ആണി അടിച്ച് വെക്കുമ്പോൾ നമ്മളൊന്നും ഇല്ലാതിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നൊരു സാധനമാണ്. അതൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. അതുമാത്രമാണ് നമ്മുടെ സമ്പാദ്യം. അതല്ലാതെ ഇവിടെ ഒന്നും സമ്പാദിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതം നന്നായിട്ട് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് ചിരിച്ചുകൊണ്ട് ജീവിക്കുക എന്നല്ലാതെ സമ്പാദ്യം ബാങ്കിൽ കൂട്ടുക എന്നുള്ളൊരു അടിസ്ഥാന ലക്ഷ്യമോ അല്ലെ നാട്ടിലെ കടങ്ങൾ തീർക്കുക ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യവുമില്ല, ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ മറിച്ചാണെങ്കിൽ ഓക്കെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു ഫാമിലി ലൈഫ്, എൻ്റേതായിട്ടുള്ളൊരു ലൈഫ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ കാനഡ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ഇൻ ഓൾ ഓവർ ദ വേൾഡ്. അതിന് ഒരു സംശയവും വേണ്ട. ഒരു ബെറ്റർ പ്രൊഫഷൻ തേടിയാണ് വന്നത്. ആക്ച്വലി നാട്ടിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കിനും അന്ന് ഞങ്ങൾ പഠിച്ചിറങ്ങുന്ന സമയത്തൊക്കെ വളരെ തുച്ഛമായ ഒരു സാലറി ആയിരുന്നു നഴ്സിങ്ങിന്. അപ്പം നമ്മൾ എല്ലാവരും തന്നെ മാക്സിമം പുറത്തോട്ട് പോവുക, നല്ല സാലറിയിൽ വർക്ക് ചെയ്യുക എന്നൊരു ഇതിലാണ് വന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ ഇത്രയും വർഷം ഇവിടെ വന്നിട്ട് നമ്മുടെ ആ ഒരു ഉദ്ദേശം നടന്നോ? നമ്മളിപ്പോൾ എന്തെങ്കിലും സ്വപ്നം കണ്ടോ? ആ സ്വപ്നങ്ങൾക്ക് ഇവിടെ വന്ന് നേടിയോ? ജോലി സംബന്ധമായിട്ട് കുറച്ച് സമയം എടുക്കുമെങ്കിലും നമ്മൾ വന്ന് ഇപ്പോൾ ഒരു 5 വർഷമൊക്കെ എടുത്തു അന്നത്തെ കാലത്ത്. ഒരു പ്രൊഫഷണലി അങ്ങനെ വരാൻ 5 വർഷമൊക്കെ എടുത്തു. പക്ഷേ ഇപ്പോൾ സാഹചര്യം അതല്ല. കാരണം ഇപ്പോൾ കുറച്ചുകൂടി ലിബറലാണ് നഴ്സിങ്ങിൻ്റെ എഡ്യൂക്കേഷൻ ആയിട്ടുള്ളവരാണെങ്കിലും നഴ്സിങ്ങിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ കുറച്ചുകൂടി ലിബറലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവാൻ പറ്റും. അവിടെ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നല്ലോ, ഇനി ഇവിടെ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഹാപ്പിയാണോ? ഹാപ്പി ആണെന്ന് പറയാം ഒരു പരിധി വരെ. പക്ഷെ നമ്മൾ എത്രയായാലും നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച് വളർന്ന ഒരു രീതിയല്ല നമ്മുടെ കുടുംബക്കാരൊക്കെ ആയിട്ടുള്ള. അപ്പം അത് നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. അത് ഒന്ന് ചെയ്താലും ഒന്നിന് വളാവെന്ന് പറഞ്ഞ മാതിരി അല്ലേ, ഒന്ന് വേണ്ടെന്ന് വെച്ചാൽ അത് കിട്ടുന്നതാണ്. ഇനി എന്താണ് നിങ്ങളുടെ ഭാവി? ഇവിടെ തന്നെ നിൽക്കുമോ അതോ പിള്ളേർക്ക് വലുതായി കഴിഞ്ഞാൽ ശേഷം അവരോട് നിർത്തിക്കിട്ട് നിങ്ങൾ നാട്ടിലേക്ക് പോവോ? എന്താണ് ഉദ്ദേശം? കുട്ടികൾ എത്രത്തോളം ഇനി നാട്ടിലോട്ട് വരുമെന്നൊന്നും നമുക്കറിയില്ല. കാരണം അവർ ഇവിടുത്തെ ഒരു കൾച്ചറിലൊക്കെ വളർന്നു വരുമ്പോൾ ചിലപ്പോൾ എങ്കിൽ വന്നെന്ന് വരും, ചിലപ്പോൾ വന്നില്ല എന്ന് വരും. പക്ഷേ ഞങ്ങൾ ചിലപ്പോൾ എങ്കിലൊക്കെ ചിന്തിക്കാറുണ്ട് നമുക്ക് നാട്ടിലോട്ട് തിരിച്ചു പോയാലോ എന്ന്. പക്ഷേ ചില കാരണങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പം നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ജോലി കിട്ടും, നമ്മൾ എന്ത് ജോലിയിൽ ചെയ്യും? റിട്ടയർമെന്റ് ലൈഫ് ആണെങ്കിലോ? റിട്ടയർമെന്റ് ലൈഫ് ആണെങ്കിൽ കോടികൾ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാം. അങ്ങനെ പോകാനുള്ള താല്പര്യം ഉണ്ടോ നാട്ടിലേക്ക്?
ഇപ്പൊ പേരൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പയുണ്ട്, ഇനി ഇപ്പൊ ഉണ്ട്. ഉണ്ടാവുമോ ഭാവിയിലൊന്നും എന്ന് പറയാൻ പറയാൻ പറ്റില്ല. പറ്റത്തില്ല. ഓക്കെ ഓക്കെ. ഇനി ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ കുറേ ആൾക്കാർ കയറി വരാൻ നിൽക്കണ്ടല്ലോ ഇങ്ങോട്ട്, അവരോട് എന്തെങ്കിലും ഒരു ഇത് പറയാനുണ്ടോ കാര്യം? അവരോട് പറയുകയാണെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പം ഇപ്പം ഞാൻ പഠിച്ച ജോലിയേ ചെയ്യുള്ളൂ, ആ ജോലി കിട്ടിയാൽ മാത്രമേ ഞാനിവിടെ ഒരു അന്യസ്ഥലത്ത് വരുമ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നാൽ ഒരിക്കലും അവർ വരുന്ന ഒരു എക്സ്പെക്റ്റേഷനിൽ ഇവിടെ വരുമ്പം ചിലപ്പോൾ അവർക്ക് കയറാൻ പറ്റില്ല. നമ്മൾ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ സർവൈവൽ ജോബിന് വേണ്ടി എന്തിനും വേണ്ടി കയറാൻ, എന്ത് ജോലി കിട്ടിയാലും ചെയ്യാൻ തയ്യാറാവേണ്ടി വരും. അവരുടെ ഫ്യൂച്ചറിന് നല്ലതാണെന്ന് അവർ തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് കയറി വരാം. പക്ഷേ അവരിത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് വരണം. കാരണം എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇതൊന്നും നടക്കാതെ വരുമ്പോൾ ഉള്ള ഒരു ഡിപ്രഷൻ അടിച്ചിട്ട് കാര്യമില്ല. പിന്നെ അതുപോലെ എപ്പോഴും നമ്മൾ നാട്ടിൽ നിന്ന് വരാൻ നിൽക്കുന്നവർ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെ രജിസ്റ്റർ ചെയ്യുന്നോ ആ രജിസ്റ്റർ ചെയ്യുന്ന ഏജൻസി കാനഡയിൽ രജിസ്റ്റേർഡ് ആണോ എന്ന് നോക്കുക. അവർ കാനഡയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജൻസിയാണ്. പല ഏജൻസികളും നാട്ടിൽ പറയുന്നുണ്ട് ഞങ്ങൾ കാനഡയിൽ രജിസ്റ്റേർഡ് ആണെന്ന്. പക്ഷേ അത് അറിയാൻ സിമ്പിളായിട്ട് അവർക്ക് ഗൂഗിളിൽ നോക്കിയാൽ തന്നെ അറിയാം അവർക്ക് കാനഡയിൽ ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് നോക്കുക, അവർ കാനഡയിൽ രജിസ്റ്റേർഡ് ആണോ അല്ലയോ, അല്ലെങ്കിൽ ആരോടെങ്കിലും അന്വേഷിക്കുക. അങ്ങനത്തെ രജിസ്റ്റേർഡ് ഏജൻസികൾ കാനഡയിലുമുള്ള ഏജൻസികളുണ്ട്. അപ്പോൾ ആ ഏജൻസികളെ കോൺടാക്ട് ചെയ്യാൻ നോക്കുക. അതൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത്. കാനഡയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് തന്നെ ഒരു ബെറ്റർ ലൈഫ് എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പല തരത്തിലുള്ള ജോലികൾ, നമുക്ക് ബെറ്റർ ലൈഫ്, ബെറ്റർ സൗകര്യങ്ങളെല്ലാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ചിന്തകളിൽ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കാനഡ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് ആണ്. അപ്പോൾ നമുക്കിവിടെ ജീവിക്കാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്നെ സംബന്ധിച്ച് പ്രൊഫഷണലി ഞാൻ നാട്ടിൽ കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. പ്രൊഫസറായി തന്നെ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. അപ്പോൾ എൻ്റെ പ്രൊഫഷനായിട്ട് എനിക്ക് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ സാമ്പത്തികമായിട്ടും പ്രശ്നമൊന്നുമില്ല, ഹാപ്പിയാണ്. അതായത് ഇവിടെ ആകെ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം വെതറിൻ്റെയാണ്. ഇപ്പോൾ വളരെ കോൾഡായിട്ടുള്ളൊരു വെതർ സിസ്റ്റം നമ്മളെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ ഹാപ്പിയാണ്. നമ്മുടെ റിട്ടയർമെൻറ്റ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ഒരു ആഗ്രഹം മിക്കവാറും എല്ലാ മലയാളികളുടെയും മനസ്സിലുള്ളതാണ്. പലപ്പോഴും നമ്മൾ കൂട്ടുമ്പോൾ എല്ലാം ഇത് സംസാരിക്കാറുള്ളതാണ്. പക്ഷേ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കെല്ലാം വളരെ താല്പര്യം കേരളമാണെങ്കിൽ പോലും നമ്മുടെ മക്കളെ സംബന്ധിച്ച് അവർക്കൊരിക്കലും കേരളം ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല. അപ്പോൾ അവർ ജനിച്ചതും വളർന്നതുമല്ല ഇവിടെയാണ്. അപ്പോൾ ലാംഗ്വേജിൻ്റെ ബാരിയർ ഉണ്ടാവും, കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ കുട്ടികളാരും തന്നെ തിരിച്ചങ്ങോട്ട് വരാനുള്ളൊരു സാധ്യത ഇല്ലാത്തതിനാൽ നമ്മുടെ ഒരു ലൈഫ് കുട്ടികളെ ചുറ്റിപ്പറ്റി ആയതുകൊണ്ടും നമുക്ക് തിരിച്ചുപോക്കെന്ന് പറയുന്ന ഒരു സാധ്യമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാനഡയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, കാനഡ ഈസ് നോട്ട് എ ബാഡ് കൺട്രി. കാനഡയിലേക്ക് നിങ്ങൾക്ക് വരാം, ഇവിടെ ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്. പക്ഷേ ആ സാധ്യതകളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് കാര്യം. അതായത് നമ്മൾ ഇവിടെ വന്നിട്ട് തുടക്കത്തിൽ വിവിധ പണികളെല്ലാം ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു എഫേർട്ട് എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് ഇവിടെ കെട്ടിപ്പടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് കാനഡയിലേക്ക് വരുന്നത് വളരെ മോശമാണെന്നോ അല്ലെങ്കിൽ വരാതിരിക്കണമെന്നോ എന്നുള്ള അഭിപ്രായം എനിക്കില്ല. 3 പേരുടെ അനുഭവങ്ങൾ കണ്ടല്ലോ. വ്യത്യസ്തമായിട്ടുള്ള 3 മേഖലയിൽ വർക്ക് ചെയ്യുന്ന 3 പേരുടെ അനുഭവം നമ്മളിത് കണ്ടത്. നമ്മൾ ഇതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ കുറേ സർവേകൾ ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട കമൻസ്, നിങ്ങൾക്ക് വല്ല ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, പറ്റാവുന്ന കാര്യം ഞാനത് ക്ലിയർ ചെയ്ത് തരാം, എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാം പറഞ്ഞ മാതിരി ശരി എന്നാൽ.